എവിടെ നമ്മൾ ഒളിച്ചാലും അവിടെ ദൈവമുണ്ട്. Wherever we hide, there is God. പാസ്റ്ററെ ഒളിച്ച് നമ്മൾ പോകുന്നിടത്ത് ദൈവമുണ്ട്. Wherever we go or we force our life to go by hiding ourselves from pastor, there is also God. ഗുരുക്കന്മാരെ ഒളിച്ച് നമ്മൾ പോകുന്നിടത്ത് ദൈവമുണ്ട്. Wherever we go by hiding ourselves from teachers, God is there. ദൈവ വിളിയെ ഒളിച്ച് നമ്മൾ പോകുന്നിടത്ത് ദൈവമുണ്ട്. Wherever we go by hiding ourselves from the call of God, God is there. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾ എവിടെ ഒളിച്ചാലും അവിടെ ദൈവമുണ്ട്. Wherever we go and hide by making ourselves or keeping ourselves away from the selection done by God. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അവിടെ ദൈവമുണ്ട്. Wherever you go and hide, God is there. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. Glory to the name of God. എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. And we extend our love and thankfulness to all the brothers and sisters. നമുക്ക് ഒരുമിച്ച് ഒരു കൂടിവരവ് കൂടി ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I praise God for giving us another fellowship today. നിങ്ങളെല്ലാവരും ദൈവകൃപയാൽ സന്തോഷത്തോടും ഉത്സാഹത്തോടും ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And we believe that you all are happy by the grace of God. നമുക്ക് ഒരുമിച്ച് കാണുവാനും സംസാരിക്കുവാനും കഴിഞ്ഞില്ലെങ്കിലും മീഡിയയിലൂടെ ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Even if we can't see or meet in person, God has given us an opportunity through the help of media to get connected tonight. ദൈവകൃപയാൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് വളരെ അനുഗ്രഹമായി മുൻപിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. And by the grace of God, God has been leading our ministry very wonderfully in nowadays. ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഞങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങളുടെ നല്ല പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. To experience the great love of God in our ministry, we need your prayer and support. നിങ്ങൾ വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഉത്സാഹിപ്പിക്കുകയും ചെയ്യണം. And we request you to pray for us again. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ല എങ്കിലും മറ്റുള്ളവരറിയുന്നില്ല എങ്കിലും സ്വർഗം അത് വ്യക്തമായി കാണുന്നുണ്ട്. Even if we can't see what you are doing for the ministry or the prayer that you have been doing, but God Almighty is seeing you. പ്രസംഗിക്കുന്നവരെ നിങ്ങൾ കാണുന്നുവെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ ദൈവം നന്നായി കാണുന്നുണ്ട്. As you are seeing the people who are preaching, God is seeing those who are praying. ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തീർച്ചയായിട്ടും നല്ല പ്രാർത്ഥന വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. By expecting a great prayer and support for the expansion of kingdom, let us go to the word of God. വിശുദ്ധ സങ്കീർത്തനം 139 അതിന്റെ 7-8 വാക്യങ്ങളെ ദൈവവചന പ്രകാരം പഠിപ്പിക്കുന്നു. In scriptures, the holy book of Psalms chapter 139 verse 7 says that, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? whither shall I go from thy spirit? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? Oh, whither shall I flee from thy presence? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. If I ascend up into heaven, thou art there. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. If I make my bed in Sheol, behold, thou art there. വളരെ അനുഗ്രഹമേറിയ ഒരു വചനമാണ് നമ്മൾ കേട്ടത്. We have listened to a very blessed verse. ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിച്ച് നമുക്ക് ഒരിടത്തും പോകാൻ കഴിയത്തില്ല. We cannot flee to any place by hiding ourselves from the Spirit of God. ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലയിടങ്ങളിലും ഒളിക്കുവാൻ സ്ഥലമുണ്ട്. Our life in this earth, we can find out many places where we can hide. ഭാര്യയെ ഒളിച്ച് ഒരുപക്ഷെ നമുക്ക് നിൽക്കാൻ കഴിയും. Sometimes we can stay our life by hiding ourselves from our wife. ഭർത്താവിനെ ഒളിച്ച് നമുക്ക് നിൽക്കാനായി കഴിയും. Sometimes we can hide ourselves from our husband. മക്കളെ നമുക്ക് മറഞ്ഞ് മറ്റു സ്ഥലങ്ങളിൽ നിൽക്കാൻ കഴിയും. Sometimes we can stay ourselves in some other place by hiding ourselves from our children. മാതാപിതാക്കളെ ഒളിച്ച് നമുക്ക് മാറി നിൽക്കാൻ കഴിയും. We can hide ourselves from our parents and stay somewhere else. നമ്മുടെ ഗുരുക്കന്മാരെ ഒളിച്ച് നമുക്ക് നിൽക്കാൻ കഴിയും. We can hide our lives away from the teachers and we can have another life somewhere നമ്മുടെ else. മേലുദ്യോഗസ്ഥരെയും നിയമപാലകരെയും ഒളിച്ച് നമുക്ക് പലയിടങ്ങളിൽ നിൽക്കാൻ കഴിയും. We can also hide ourselves from lawyers and police or army or anyone else and we can have another life somewhere else. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഒളിച്ച്
ഒരിടത്തും പാർക്കുവാൻ കഴിയത്തില്ല. But the Bible says that we cannot stay anywhere by hiding ourselves from the Holy Spirit. ബൈബിൾ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. Because the Bible says, if I ascend up into heaven, thou art there. If I make my bed in Sheol, behold, thou art there. എവിടെ നമ്മൾ ഒളിച്ചാലും അവിടെ ദൈവമുണ്ട്. Wherever we hide, there is God. പാസ്റ്ററെ ഒളിച്ച് നമ്മൾ പോകുന്നിടത്ത് ദൈവമുണ്ട്. Wherever we go or we force our life to go by hiding ourselves from pastor, there is also God. ഗുരുക്കന്മാരെ ഒളിച്ച് നമ്മൾ പോകുന്നിടത്ത് ദൈവമുണ്ട്. Wherever we go by hiding ourselves from teachers, God is there. ദൈവ വിളിയെ ഒളിച്ച് നമ്മൾ പോകുന്നിടത്ത് ദൈവമുണ്ട്. Wherever we go by hiding ourselves from the call of God, God is there. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾ എവിടെ ഒളിച്ചാലും അവിടെ ദൈവമുണ്ട്. Wherever we go and hide by making ourselves or keeping ourselves away from the selection done by God, there is God. ഒരുപക്ഷെ പിന്മാറ്റക്കാരായിരിക്കുന്ന പലരും ഇപ്രകാരം ചിന്തിക്കും, ഞാൻ ഒളിച്ചു പാർത്താൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന്. Sometimes the people who have gone away or turned back from the salvation of God, they may think that God will not see me if I hide myself away from God. നിങ്ങൾക്ക് തെറ്റിപ്പോയി. But you got wrong. നിങ്ങൾ ചർച്ചിൽ പോകാതിരുന്നപ്പോൾ സഭാവിശ്വാസികളും പാസ്റ്ററും മാത്രമേ നിങ്ങളെ കാണാതിരുന്നുള്ളൂ, പക്ഷെ ദൈവം നിങ്ങളെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. As you stopped going to church, only the pastor and other believers were not able to see, but there is one who can see you. നിങ്ങൾ ദൈവിക ശുശ്രൂഷ വിട്ട് ഓടി ഒളിക്കാൻ ശ്രമിച്ച സമയത്തിൽ ഒരുപക്ഷെ കൂട്ടുപ്രവർത്തകരോ വേണ്ടപ്പെട്ടവരോ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങളെ കാണുകയാണ്. When you ran away from the ministry and hide yourself, you should have thought that nobody is seeing you, but God is seeing. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അവിടെ ദൈവമുണ്ട്. Wherever you go and hide, God is there. യോനയെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്തിൽ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി ഒളിക്കാൻ അവൻ ശ്രമിച്ചു. When we check the case of Jonah, we can see Jonah went to the most lower part of the ship to hide himself. യോന വിചാരിച്ചു, ഞാൻ ദൈവത്തിന്റെ കൽപ്പന തിരസ്കരിച്ച് കപ്പലിന്റെ അടിത്തട്ടി കിടന്നാൽ ആരും എന്നെ കാണുന്നില്ല എന്ന്. Jonah thought that as he go to the lower portion of the ship and hiding himself, as he disobeyed the commandment given by God, he thought God may not see. അവൻ സുഖമായി കിടന്നുറങ്ങുകയാണ്. And he was sleeping very comfortably. അവൻ ഉറങ്ങുന്ന സമയത്തിൽ ദൈവ കൽപ്പന അവൻ തിരസ്കരിച്ചത് അവൻ മറന്നു. But at the time of sleep that he was having, he forgot about the commandment that he has denied. ഈ കപ്പലിലെ കപ്പിത്താനെ കാണുന്നില്ല. The captain of the ship is not seeing me. ആ കപ്പലിലെ ജോലിക്കാരും എന്നെ കാണുന്നില്ല. No workers of the ship is seeing me. ആ കപ്പലിലെ മറ്റ് യാത്രക്കാരും എന്നെ കാണുന്നില്ല. And also no passengers of the ship is seeing me. എന്റെ നാട്ടിലുള്ള എന്റെ വിശ്വാസികൾ ആരും എന്നെ കാണുന്നില്ല. And no believers in my place, in my hometown is not seeing me. അവനെ കാണുകയായിരുന്നു. But God was seeing him. ദൈവം കണ്ടതുകൊണ്ട് തന്നെ അവൻ പ്രവർത്തിക്കുവാൻ തുടങ്ങി. As God was seeing him, Jonah started to work. നിനക്ക് എന്നെ ഒളിച്ച് ഒരിടത്തും പോകാൻ കഴിയത്തില്ല. You cannot go to anywhere by hiding yourself from me. നീ പാതാളത്തിൽ പോയാൽ ഞാൻ അവിടെ ഉണ്ട്. If you go to Sheol, I am there. നീ സ്വർഗത്തിൽ കയറിയാൽ ഞാൻ അവിടെയുണ്ട്. If you go to heaven, I am there. ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കുമേ കഴിയത്തില്ല. No one can hide yourself from God. ഒരു ഏലിയാവ് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നു. Elijah once hid himself inside a cave. അവൻ ഒളിച്ചിരിക്കുന്ന സമയത്തില് ആരും എന്നെ കാണുന്നില്ല എന്ന് വിചാരിച്ചു. He thought that as he was hiding himself inside the cave, nobody is seeing me. പരിശുദ്ധാത്മാവ് അവനെ തേടി ആ ഗുഹയ്ക്കകത്തേക്ക് പോകുന്നു.
But the Spirit of God has searched for him and reached inside the cave. അതെ, പരിശുദ്ധാത്മാവ് അവനെ തേടി ആ ഗുഹയ്ക്കകത്ത് ചെന്ന് അവനെ ചിലതേൽപ്പിക്കുന്നു. And the Spirit of God has reached inside the cave and gave something to him. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. The Spirit of God has transferred a voice asking, Elijah, what are you doing here? ആ ചോദ്യത്തിന് അവന് ഉത്തരമില്ലാണ്ട് പോയി. And there he got answerless. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ഈ ലോകത്തിൽ ഒരിടത്തും ജീവിക്കാൻ പറ്റത്തില്ല. We cannot live anywhere in this world by hiding ourselves from the Spirit of God. സുരക്ഷിതരെന്ന് പറഞ്ഞാലും അതിനകത്ത് ദൈവാത്മാവുണ്ട്. Even if you say I am so private and secure, there is a presence of God. ഒരുപക്ഷെ നിങ്ങൾ ഒളിച്ചിട്ടില്ലായിരിക്കാം, നിങ്ങൾ രോഗനിമിത്തം ഐശ്വര്യനകത്താണെങ്കിൽ അവിടെ ദൈവമുണ്ട്. Sometimes you may not be doing purposefully as you are hiding, but sometimes you may be demanded or forced to be inside an ICU, but there is a presence of God inside that നിങ്ങൾ ICU. വെന്റിലേറ്ററിനകത്താണെങ്കിൽ അവിടെ ദൈവമുണ്ട്. If you are inside a ventilator, then God's presence is there. പക്ഷെ ആരും കാണാതെ നിങ്ങളുടെ ജീവനെ ഒടുക്കിക്കളയാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിലും അവിടെ ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. And even if you try to commit suicide, you end up your life yourself by thinking that nobody is seeing, but God is seeing ഈ you. ആത്മാവിനെ ഒളിച്ച് നമുക്ക് ഒരിടത്തും പോകാൻ You കഴിയത്തില്ല. cannot go to anywhere by hiding yourself from the Spirit. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്. Because the Holy Spirit is present everywhere. അവൻ തത്വത്തിൽ മൂന്നാമനാണ്. And He is the third person in the Trinity. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. Father, Son, Holy Spirit. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ എവിടെ പോയി ഒളിക്കും? That is why the psalmist is crying, whither shall I go from thy spirit? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ ഓടും? Oh, whither shall I flee from thy presence? ദൈവകൃപ വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, If someone is watching us who is running away from the presence of God, പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, if someone is turning back from the presence of God, are you listening to us right എവിടെ now? വിളിച്ചാലും അവിടെ ഉണ്ട്. You should know God's presence is ആരൊക്കെയോ everywhere. ചേർന്ന് ലാസറിനെ കല്ലറയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചു. Some of the people tried to hide the body of Lazarus inside a grave, പക്ഷേ ആ കല്ലറയ്ക്കകത്ത് അവൻ ഒളിക്കാൻ പറ്റത്തില്ല. but he couldn't hide himself inside that grave. പരിശുദ്ധാത്മാവിനെ പുറത്തു കൊണ്ടുവന്നു. Holy Spirit has called him out. ലാസറേ, നിനക്ക് കല്ലറയ്ക്കകത്ത് ഒളിക്കാനുള്ള സമയമായില്ല. Lazarus, it is not the time for you to hide yourself inside the grave. ഏറ്റവും സുരക്ഷിതമായ, ആരും കാണാത്ത, ആരും വന്ന് അന്വേഷിക്കാത്ത സ്ഥലമാണ് കല്ലറ. It is the most secure and private area that you can ever found in this world, that is grave. അതിനകത്തിരിക്കുന്ന ആളിനെ ആരും കണ്ടുപിടിക്കാൻ നോക്കത്തില്ല. No one will search the person who is inside a grave. ആരും അതിന് ശ്രമിക്കത്തില്ല. No one will try for that. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? Whither shall I flee from thy spirit? നീ കല്ലറയിൽ ഒളിച്ചാൽ ഞാൻ അവിടെ വരും. If you hide yourself inside a grave, God's presence will come there. ലാസറേ, പുറത്തു വരിക. Lazarus, come out. നിനക്ക് അവിടെ ഒളിക്കാൻ പറ്റത്തില്ല. You cannot hide inside there, ഞാൻ അവിടെ ഉണ്ട്. because I am there. നീ എന്നെ വിട്ട് ഒരിടത്ത് നിനക്ക് ഓടാൻ പറ്റത്തില്ല. You cannot run away from my നീ എവിടെ presence to പോയാലും ഞാൻ anywhere. അവിടെ ഉണ്ട്. Wherever you go, I am there. നിനക്ക് ഇനിയും ദൂരയാത്ര ചെയ്യുവാനുണ്ട്. Because you have a lot of distance to be completed by നിനക്കും your നിന്റെ one. കുടുംബത്തിനും എന്റെ ശുശ്രൂഷയിൽ ഒരു സഹായിയായിട്ട് ഇനി നിൽക്കേണ്ടതായിട്ടുണ്ട്. Because you and your family has to stand for my ministry thereafter. പുറത്തു വരാൻ പറഞ്ഞു. Come out. അവൻ പുറത്തു വന്നു. He told and he പക്ഷേ came എങ്കിലും out. മനുഷ്യൻ കെട്ടിയ കെട്ട് അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. Yet there was a tied up condition which was given by the man. പലപ്പോഴും നീ ഒളിച്ച സ്ഥലത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിലും ഇനിയും പൊട്ടേണ്ടുന്ന ചില കെട്ടുകൾ ഉണ്ട്. Even if you have been delivered by the presence of God, but yet you should know that there is some of the type of bondages that has been bound by men. നിങ്ങൾ ആരെയൊക്കെയോ ദൈവം ഒളിച്ച സ്ഥലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. Because God has
call some of you out from where you have hidden yourself. നിങ്ങൾ എവിടെയൊക്കെയോ ഓടിയ ഓട്ടത്തിൽ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. And God has called someone out from the process of running away from the Spirit of God. ചില മാനുഷിക കെട്ടുകൾ ഇപ്പോഴും നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. Yet some of the tied up conditions bound by the men is making problems in your life. മറക്കരുത്, നീ ഒരുപാട് സ്ഥലത്ത് ചെന്ന് ഒളിക്കാൻ ശ്രമിച്ചിട്ട് അവിടുന്ന് ദൈവം നിന്നെ തിരിച്ചു കൊണ്ടുവന്നതാണ്. Dear children of God, don't forget, because God has make you come out from the problems that you have been bound up with. ആ കർത്താവ് നിന്നെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ മാനുഷികമായ ചില ഉപദേശങ്ങളാകുന്ന ചില കെട്ടുകൾ, If God has make you come out from the bondages, then no bondages bound by men cannot stand. നീ ഒളിച്ചപ്പോൾ നിന്നെ ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നു. When you were being hidden, no one was there to advise you. നീ ലോകത്തിൽ തന്നെ ഒളിച്ചൊരു കല്ലറയിൽ പാർക്കാൻ ആഗ്രഹിച്ചപ്പോൾ നിന്റെ കൂടെ ആരുമില്ലായിരുന്നു. When you hide yourself inside a grave, no one was there to advise you. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇപ്പോഴും അഴിക്കാൻ മനസ്സില്ലാത്ത ചില കെട്ടുകൾ നിന്റെ മനസ്സിനകത്തുണ്ട്. Even if Holy Spirit has called you out, yet there are some cases that you have been struggling to untie. മറ്റുള്ളവരെ നോക്കുന്ന സമയത്തില് കല്ലറയിൽ നിന്ന് പുറത്തു വന്ന വ്യക്തിയാണ് നീ എന്ന് എല്ലാവരും നിന്നെ പറയുന്നു. But when we check the cases or comments of others, all of them are saying that you are a person that you have come out from a grave. ഓ, നിന്നെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. Everybody is saying that yes, God has called him out again. പക്ഷെ ചില കെട്ടുകൾ നീയും അഴിഞ്ഞു മാറിയിട്ടില്ല. Some of the tight conditions are there. നീ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുന്നു, പക്ഷെ പിന്നെയും അഴിയാത്ത ചില കെട്ടുകളുണ്ട്. You know, you are saying that I have come out of the grave, yet there is some of the conditions that ആ has been കെട്ടുകൾ not ദൈവമല്ല untied. അഴിക്കേണ്ടത്. And those are tied up conditions are not supposed by God to be untied. ആ കെട്ടുകൾ നീ അഴിക്കണം. You need to untie them. 4 സൈഡിൽ നിന്ന് നിനക്ക് പ്രഷർ വരും. You may experience a lot of pressure from all the sides. പലരും അവരുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ നിന്നെ ഉപദേശിച്ചെന്നിരിക്കാം. Many people may advise you what they experience or what they think in their brain. ആ കെട്ടുകൾക്കകത്ത് അല്ല നീ നിൽക്കേണ്ടത്. നിന്നെ രക്ഷിച്ച ദൈവത്തെ നീ മറക്കരുത്. But you are not supposed to stay inside those ties. Instead, you should stay on the freedom that God has given. കാഴ്ചക്കാരും കേൾവിക്കാരും പരിചയക്കാരും നീ കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് കണ്ടപ്പോൾ പല അഭിപ്രായങ്ങളും പറഞ്ഞെന്നിരിക്കാം. The people who was looking or watching, they commented a lot. പക്ഷെ നിന്നെ രക്ഷിച്ച ദൈവത്തിന് ആഗ്രഹമുണ്ട് നിന്റെ കെട്ടഴിയണം. But the God who has given you salvation has a great desire to see a freedom in സഹോദരാ, you. നിന്നെ വീണ്ടും കല്ലറയ്ക്കകത്ത് ഒതുക്കുവാൻ വേണ്ടിയിട്ട് ചിലർ ബന്ധിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ കെട്ടിൽ നിന്ന് രക്ഷപ്പെടണം. Dear brother, dear sister, when someone is trying to tie your life again by the words, don't let them do it. ചില നാളുകൾക്ക് മുമ്പുള്ള നിന്റെ മാനസിക അവസ്ഥയിലേക്ക് നീ വല്ലപ്പോഴും തിരിഞ്ഞു നോക്കണം. You should look back to the conditions of your mental state or mental conditions that you have experienced in your past. നിന്റെ രോഗത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ ആളില്ലാത്ത സമയങ്ങൾ. You should look to the condition or the time where no one was there to give a healing in your life. നിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത ചില നാളുകൾ. There was a time where no one could save you out from the financial crisis. നിന്റെ ഏകാന്തതയിൽ നിന്നെ സഹായിക്കുവാൻ കഴിയാത്ത ചില നാളുകൾ. There was a time where no one could help you from getting out from the loneliness that you have been ആ experiencing. സാഹചര്യത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. There is a Spirit of God that put you out from these cases. ആകയാൽ അവർ പിന്നെയും നിന്നെ ബന്ധിതനാക്കുവാൻ ശ്രമിക്കപ്പെടുമ്പോൾ നിന്നെ വിളിച്ച ദൈവത്തെ നീ മറക്കരുത്. Therefore, when people try to tie yourself or make you slave again, don't let them do it. Go to the presence of God. ലോകക്കാർ മാനുഷികമായ പലതും ഡിസൈൻ ചെയ്തെന്നിരിക്കാം. Because the people of the world may design many things according to their human natured brain. നിന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നിന്നെ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. God is the only designer who can design according to your
body conditions. നിന്റെ സ്വഭാവം അനുസരിച്ച് നിന്നെ ഡിസൈൻ ചെയ്യുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രം. God is the only person who can design your life according to your characteristics. നിന്റെ സാഹചര്യം നിമിത്തം നിന്നെ നന്നായി ഭംഗിയായി മെയിൻ്റെനൻസ് ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രം. God is the only person who can design a best out of you according to the circumstances. നിന്നെ പിന്മാറ്റത്തിലേക്ക് തള്ളി നീക്കുവാൻ പല പ്രഷറുകളും ഉണ്ടായിരുന്നിരിക്കാം. Because there may be a lot of pressure of force that is trying to make you turn back away from the God's presence. മനുഷ്യൻ നിന്നെ ഒരു പരീക്ഷണ വസ്തുവിനെ പോലെ നിന്നെ ഡിസൈൻ ചെയ്യാൻ ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കാം. Many times the people or men may try to make you as a product for testing by giving or by implementing their own designs. പറയുന്നവർക്ക് നഷ്ടം വരത്തില്ല, പ്രവർത്തിക്കുന്ന നിനക്ക് പിന്നെയും നഷ്ടമുണ്ടാകും. The people who are saying or giving the words will not experience any loss, but the loss will be experienced by you alone who is working. നിന്നെ പിന്മാറ്റത്തിലേക്ക് തള്ളി നീക്കുവാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. And some of the people are trying to make you turn back. നിന്നെ പിന്നെയും കല്ലറയ്ക്കകത്ത് ഒതുക്കി കെട്ടുവാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. Some are trying to tie yourself into the grave again. പിന്നെയും കല്ലറയിൽ നിന്ന് പുറത്തു വന്നുവെങ്കിൽ ആ കെട്ടഴിയാതിരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. Even if they saw you coming out of the grave, and some are again trying to give no freedom to you. യേശു പറഞ്ഞു, ഇവന്റെ കെട്ട് അഴിപ്പിൻ. But Jesus told, untie his tight conditions. യേശു പുറത്തെടുക്കുന്നവൻ മാത്രമല്ല, കെട്ടഴിക്കുന്ന ദൈവമാണ്. Jesus is not a God who make you out from the grave. Also, he is a God to make you untied from the bondages. നിന്നെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് കെട്ടപ്പെട്ടവനായി ജീവിക്കാനല്ല. God hasn't called you out of the grave to live a life bound by your ties. കെട്ട അഴിഞ്ഞവനായി ജീവിക്കാനാണ്. You are being called out to live in a freedom. നമുക്ക് മുൻപിലേക്ക് ഗമിക്കാം. Let us go forward. എവിടെ ഒളിച്ചാലും അവിടെ അവനുണ്ട്. Wherever you hide, God is there. എവിടെ നീ ഓടിയാലും അവിടെ ദൈവമുണ്ട്. Wherever you run to, there is God. ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ച് ഒരിടത്തും ഓടാൻ കഴിയത്തില്ല. You cannot run to any place by hiding yourself from the presence of നീ God. കടലിന്റെ അക്കരെ ഓടിയാൽ അവിടെ ദൈവമുണ്ട്. If you run across the oceans, there is God. നീ കടലിന്റെ അടിത്തട്ടിൽ പോയാൽ അവിടെ ദൈവമുണ്ട്. You go deep inside the ocean to the seabed, God's presence is there. വലിയ മലയുടെ മേളിൽ പോയാൽ അവിടെ ദൈവമുണ്ട്. If you go to the highest peak of a mountain, God's presence is there. നീ 24 നില കെട്ടിടത്തിന്റെ മേളിൽ പോയാൽ അവിടെ ദൈവമുണ്ട്. If you go to the top floor of a 24-story building, God's presence is there. നീ ചന്ദ്രനിൽ പോയി ഒളിച്ചാൽ അവിടെ ദൈവമുണ്ട്. If you go and hide yourself, your life in the moon, God's നീ presence is there. വിമാനത്തിനകത്ത് ഒളിച്ചാൽ അവിടെ ദൈവമുണ്ട്. If you hide yourself inside forest, God is there. നീ വളരെ വളരെ സേഫ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഭിത്തിക്കകത്ത് ഒളിച്ചാൽ അവിടെ ദൈവമുണ്ട്. Even if you hide inside a very secure concreted building, ഈ God's presence ആത്മാവിനെ is വിട്ട് there. നമുക്ക് ഒരിടത്തും പോകാൻ കഴിയത്തില്ല. We cannot go to anywhere by getting out from the presence of God. നമുക്ക് തോറ്റു കൊടുക്കാം. Let us give ourselves or give up to the Spirit of God. സമ്മതിച്ചു കൊടുക്കാം. Let us submit ourselves. നിന്റെ ഹിതം മാത്രം നടക്കട്ടെ. Let God's will be അങ്ങയുടെ accomplished. ഇഷ്ടം മാത്രം നടക്കട്ടെ. Let God's likeness be completed in our life. എന്റെ കഴിവുകൾ അങ്ങേക്ക് മാത്രം. All my talents is just for you, God. എന്റെ ആരോഗ്യം അങ്ങേക്ക് മാത്രം. All my health is just for you, Lord. എന്റെ വിദ്യാഭ്യാസം അങ്ങേക്ക് മാത്രം. All the education that I have is only for you, എന്റെ Jesus. അറിവുകളെല്ലാം അങ്ങേക്ക് മാത്രം. Lord, all the knowledge that I got ഞാൻ is എന്നെ only തന്നെ for your മുഴുവനായി grace. ദൈവത്തിന് നൽകുന്നു. Lord, I am giving all by myself to you, എന്നെ Jesus. നന്നായി പണിയണമേ. Lord, build me. എന്റെ മനസ്സിനെ ഒന്ന് ഫ്രഷ് ആക്കണമേ. Lord, make my mind എന്റെ refreshed. മനസ്സൊന്ന് ചഞ്ചലിച്ചിരിക്കുകയാണ്. Lord, my mind is somewhat struggling, എന്റെ മനസ്സിനെ ആരൊക്കെയോ ഇളക്കുന്നുണ്ട്. and some of the people are trying to make my mind a battleground. എന്റെ മനസ്സിനെ ആരൊക്കെയോ പിടിച്ചു കുലുക്കുന്നുണ്ട്. Some of the people are trying to shake my mind. കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന എന്റെ ദൈവം എന്റെ കെട്ടിനെ അഴിക്കണമേ. Lord,
oh God, who has called me out of the grave, Lord, I request you to untie my അങ്ങയുടെ ഹിതം ties. മനസ്സിലാക്കി എനിക്ക് മുമ്പിൽ പോകണം. Lord, I need to go forward by knowing your will. അങ്ങയുടെ ഇഷ്ടം അറിഞ്ഞ് എനിക്ക് ജീവിക്കണം. Jesus, I need to live my life by knowing your എനിക്ക് life. അങ്ങയെ പ്രസാദിപ്പിക്കണം. Lord, I need to get your blessings. എനിക്ക് അങ്ങയെ അനുസരിക്കണം. Lord, I need to be obedient in your presence. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. Let us pray together. നിങ്ങൾ ചിലരുടെ പിന്മാറ്റങ്ങളെ കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. Tonight, God is desiring to take away all your mental stages of turning back. ചഞ്ചലിച്ച മനസ്സിനെ ദൈവം ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Today, God is trying to make ചില your mind stable. ചില ചഞ്ചലിപ്പുകളെ കർത്താവ് പൂർണ്ണമായും മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. Tonight, God has decided to take away all the unstable conditions of your mind. പത്രോസിന്റെ മടങ്ങിവരവ് കാത്ത് ദൈവം ഇരിക്കുകയാണ്. Dear Peter, God is waiting for your coming back. നീ കടലിനകത്തായിരുന്നപ്പോഴും അവിടെ ദൈവം ഉണ്ടായിരുന്നു. When you were on the ocean, God's presence was there. നിന്റെ വലയിൽ മീന് കയറാതിരുന്നപ്പോഴും കയറിയപ്പോഴും പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടായിരുന്നു. When no fish got inside to your nets, Jesus was there. പ്രാർത്ഥിക്കാം നമുക്ക്. Let us pray. നിങ്ങളുടെ തീരുമാനം വളരെ വിലപ്പെട്ടത്. Your decision is very important. നിങ്ങളുടെ വഴിത്തിരിവിന്റെ ദിവസമാകട്ടെന്ന്. This day be a day of getting into a new way. പുതിയ തീരുമാനം എടുക്കുന്ന ദിവസമാകട്ടെ. Let this day be a day of taking a new decision. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങളധികമായി സ്നേഹിക്കും പരിപാലിക്കും നല്ല ദൈവമേ, നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവമേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ചെയ്യുന്നു. ഇന്ന് ദൈവമേനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സ്നേഹം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അവരുടെ പിന്മാറ്റങ്ങളെല്ലാം മാറിപ്പോകട്ടെ. അവരകന്നിരിക്കുന്ന അവസ്ഥകൾക്ക് മാറിപ്പോകട്ടെ. അവരിലൊരു മടങ്ങി വരവുണ്ടാകട്ടെ. അവരിലൊരു വ്യത്യാസം സംഭവിക്കട്ടെ. അവരിലൊരു മാറ്റം സംഭവിക്കട്ടെ കർത്താവേ. അവരിലൊരു പിന്മാറ്റത്തിൽ നിന്നൊരു വിടുതലുണ്ടാകട്ടെ. കെട്ടഴിഞ്ഞ അനുഭവങ്ങളിലേക്ക് എത്തട്ടെ. കല്ലറയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞവരിൽ ഒരു ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് നടക്കണമേ. ക്രൂശിന്റെ മറവിൽ സൂക്ഷിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Hallelujah, hallelujah. Oh Lord, our Heavenly Father, we thank you for giving this great opportunity to look into your scriptures. Lord, your scriptures has talked to many lives tonight, God. Lord, your word has taught us that we cannot hide away from your grace, Jesus. Your grace is always searching for our life. Your grace is always looking for our blessing, Jesus. So, Lord, we are so thankful for your great care, great love that you have been extending to our life, Jesus. Lord, tonight we pray for all our brothers and sisters who have been suffering, who have been experiencing an unstable mind, Jesus. Lord, let your grace make them stable. Lord, let your grace give them a new way, a new decision. Lord, let it happen in many lives, in all lives who are suffering right now. God bless all of them, Jesus. We pray in Jesus' name. Amen.